അമിതവണ്ണത്തിനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആഹാരരീതി. വിരൽത്തുമ്പിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾ ലഭ്യമാവുന്ന ഇന്നത്തെ കാലത്ത് ആരോഗ്യകരമായ ആഹാരത്തെപ്പറ്റി സംസാരിക്കുക എന്നത് എത്രത്തോളം പ്രയോജനപ്രദമാണെന്ന് അറിയില്ല. അമിതമായ ഉപ്പ്, എരിവ്, കൊഴുപ്പ്, ഫുഡ് കളേഴ്സ്, ജങ്ക് ഫുഡ് ഇതെല്ലാം ശരീരത്തിലെ കൊളസ്ട്രോളിനെ മാത്രമല്ല അന്നനാളം തൊട്ട് തുടങ്ങുന്ന എല്ലാ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാണ്. ജീവിതശൈലി. ചിട്ടയില്ലാത്ത ആഹാരക്രമം, സ്ട്രെസ്സ്, കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക, അധിക സമയം ഉറങ്ങുക ഇതെല്ലാം അമിതവണ്ണത്തിന് വഴിതെളിക്കും. പ്രഗ്നൻസി. ശരീരം വളരെയധികം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് ഗർഭകാലം. അതിനിടയിൽ നാം കഴിക്കുന്ന മരുന്നുകൾ, ഹോർമോണൽ പ്രശ്നങ്ങൾ ഇവയെല്ലാം അമിതവണ്ണത്തിന് കാരണമാകാം. ചില മരുന്നുകൾ നാം പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ഓറൽ കോൺട്രാസെപ്റ്റീവുകൾ ഇവയിൽ പലതും നമ്മുടെ ഹെൽത്തി വെയ്റ്റ് ഗെയിനെ സ്വാധീനിക്കാം. ചില രോഗാവസ്ഥകൾ, ഹൈപ്പോതൈറോയിഡിസം, ഡയബറ്റിസ്, ബുലീമിയ തുടങ്ങിയ രോഗാവസ്ഥകളിലും അമിതവണ്ണത്തിൻ്റെ സ്വാധീനമുള്ളതായി നമുക്ക് കാണാം. അടുത്തതായി ഫാമിലി ഹിസ്റ്ററി, അതുപോലെ ജെനറ്റിക്സ് ഇതും അമിതവണ്ണത്തിന് കാരണമാകാവുന്നതാണ്. പലതരം കഷായങ്ങൾ ഉപയോഗിച്ചുള്ള ധാര, വസ്തി, ആവിക്കുളി, ഉദ്വർത്തനം എന്ന പേരിൽ നമ്മൾ പറയുന്ന പൗഡർ മസാജ് എന്നീ ആയുർവേദ ചികിത്സകൾ അമിതവണ്ണം കുറയ്ക്കാൻ ഫലപ്രദമാണ്. ഭക്ഷണക്രമത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അമിതവണ്ണം കുറയ്ക്കാം. ആഹാരത്തിൽ എരിവ്, ഉപ്പ്, പുളി, മധുരം തുടങ്ങിയവ കുറയ്ക്കുക. ഫൈബർ കണ്ടന്റ് ഒരുപാട് അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കാം. ഉദാഹരണം ഓട്സ്, മാങ്ങ, സാലഡുകൾ ഇതെല്ലാം. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളും കലോറി കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളും കൃത്യമായ ഇടവേളകളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ശീലിക്കാവുന്ന ചില യോഗാസനങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സകളാണ് അമിതവണ്ണത്തിനുള്ളത്. പലതരം കഷായങ്ങൾ ഉപയോഗിച്ചുള്ള ധാര, ബസ്തി, വിരേചനം പോലുള്ള പഞ്ചകർമ്മ ക്രമങ്ങൾ, ഉദ്വർത്തനം എന്ന് വിളിക്കുന്ന പൗഡർ മസാജ്, ഇതോടൊപ്പം ഭരണാദി കഷായം പോലുള്ള കഫത്തിനെയും മേധസ്സിനെയും കുറയ്ക്കുന്ന ഇൻറ്റേർണൽ മെഡിസിൻസും നമുക്ക് ശീലിക്കാവുന്നതാണ്.